സ്കൂൾ തുറക്കാനായിട്ടൊക്കെ പോവുമല്ലേ, അപ്പോൾ എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കേട്ടോ അത്. ഇഡ്ഡലി മിളകാപ്പൊടി ഇതുണ്ടെങ്കിൽ നമുക്ക് ദോശേൻ്റെ കൂടെയാണെങ്കിൽ ഇഡ്ഡലീൻ്റെ കൂടെയാണെങ്കിലും വേറെ ഒരു കറികളും വേണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പിൽ അരക്കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് അളവിൽ പച്ചരി, അതുപോലെ തന്നെ സാമ്പാറിൽ ചേർക്കുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 വറ്റൽമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു പിടി കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയായിട്ടാണ്. അപ്പോൾ ഓരോ ഐറ്റവും നമ്മളെടുത്തത് നല്ല വൃത്തിയായിട്ട് കഴുകി അതൊരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എണ്ണയൊന്നും ചേർത്ത് റോസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഡയറക്റ്റ് നമ്മൾ ആദ്യം തന്നെ പച്ചരി കഴുകിയിട്ട്, നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് ഇതില്ലാത്തൊരു പിന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ അരി നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ പൊട്ടിപ്പൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിക്കണം. നല്ലോണം വറുത്തെടുക്കുക. ഈ അരി നല്ലോണം പൊട്ടിപ്പൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തോളൂ, അങ്ങനെ തന്നെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അരി കഴുകിയെടുത്തല്ലോ ഞാൻ അരിപ്പയിലിട്ടിട്ട്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉഴുന്ന്, പരിപ്പ് എല്ലാതും തന്നെ കഴുകിയെടുക്കണം കേട്ടോ. എന്നതിന് ശേഷം മാത്രമേ വറുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി വറുത്തെടുത്തു. ഇത് കണ്ടില്ലേ, കരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്ര മതിയാവും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിപ്പും കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. നല്ലോണം കഴുകി ഒരു കോട്ടൺ ടവലിൽ കുറച്ച് നേരം വിരിച്ചിട്ടാൽ വെള്ളമൊക്കെ പോവും. എന്നിട്ട് അതും ഒന്ന് വറുത്തെടുക്കുക. ഇത് നല്ല രീതിയിൽ കരിയാതെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ലോണം മുരിഞ്ഞ് കിട്ടുമ്പോൾ അത്ര മതിയാവും. മുരിഞ്ഞ് കിട്ടിയതിന് ശേഷം അതും കൂടി നമ്മൾ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ വറുത്തെടുക്കുക. നല്ലൊരു റോസ്റ്റായ നല്ലൊരു മണം വരും കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു മണം വരുന്നത് വരെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. നമുക്കിനി കുട്ടികളൊക്കെ ഉള്ളപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്ക് രാവിലെ എല്ലാവർക്കും ഓഫീസിൽ പോകേണ്ടവർക്കൊക്കെ എല്ലാവർക്കും ജോലി തിരക്കായിരിക്കും. അപ്പോൾ ഇതുപോലൊരു പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ വീട്ടു ജോലികൾ എളുപ്പം തീരുകയും ചെയ്യും. വളരെ ഹെൽത്തിയാണ് താനും കേട്ടോ. അപ്പോൾ അതേ കുരുമുളക് വറുത്തെടുത്തിട്ടുണ്ട്, ഉഴുന്നും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറ്റൽമുളക് ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളവരാണെങ്കിൽ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം കുറവെടുത്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 10-12 മുളക് എടുത്തിട്ടുണ്ട്, അതും റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന കറിവേപ്പിലയാണ് കേട്ടോ. ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലേൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം. വീട്ടിൽ ധാരാളം ഉള്ളവർക്ക് ഒരു പിടി അളവിലെങ്കിലും ഇട്ട് കൊടുത്തോളൂ, നല്ല സ്വാദുണ്ട്. പിന്നെ ഇതിലൊന്നും തന്നെ ഒട്ടും നനവുണ്ടാവാനും പാടില്ല. നല്ല രീതിയിൽ ഇത് റോസ്റ്റ് ആവുകയും വേണം കേട്ടോ. എന്നാൽ മാത്രമായിരിക്കും ഈ പൊടി കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു 2-3-4 മാസത്തേക്കൊക്കെ ഹോസ്റ്റലേഴ്സായിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ നമുക്കത് പൊടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ എന്താ പറയുക, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. കയ്യിൽ വെച്ച് തന്നെ പൊടിക്കുക, അത്രയും നന്നായിട്ട് എല്ലാം ഫ്രൈ ആയി. ഇനി നല്ല രീതിയിൽ ചൂടാറി വന്ന ശേഷം മാത്രമേ നമ്മൾ മിക്സിൻ്റെ ജാറ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലൊരു തരി പോലും പിന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. നല്ലോണം തുടച്ച് നല്ലോണം ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള മിക്സിയിൽ മാത്രമേ ഇത് നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പൊടിക്കാൻ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ ഇത് പൂത്തു പോകും പൊടി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ പിന്നെ ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ കായ ഉണ്ടല്ലോ, കറിയിലൊക്കെ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായ ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയാണ്. ഞാനിവിടെ പൊടിയാണ് ഉപയോഗിച്ചത്. ഇനി നിങ്ങളുടെ അടുത്ത് കട്ടക്കായ ആണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമല്ലോ, ആ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ആദ്യം വറ്റൽമുളകും കായും ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഐറ്റംസും മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. ഒരു ചെറിയ കുഞ്ഞി തരി പോലും ഇല്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതിയാവും. ഇതെന്ത് സൂപ്പറാണെന്നറിയാമോ കഴിക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഡ്ഡലി മിളകാപ്പൊടി എന്നാണ് പിന്നെ തമിഴ്നാടിൻ്റെ അവസ്ഥയ്ക്കൊക്കെ ഇതിനെ പറയുന്നത് കേട്ടോ. വളരെ ഫേമസ് ആണിത്. ഇത് കണ്ടോ, ഞാനിത് മൊത്തം പൊടിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി ഇതിന് ചെറിയൊരു ചൂടുണ്ട്. ആ ഒരു ചൂട് പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടൊന്ന് പോകാൻ വേണ്ടി ഒന്ന് നിരത്തിയിട്ട് കൊടുത്തു കേട്ടോ. പൂർണ്ണമായിട്ട് ആ ചൂടെല്ലാം മാറിക്കഴിയുമ്പോഴാണ് നമ്മളൊരു ചില്ലിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം എന്ന് വെച്ചാൽ ആവശ്യത്തിൻ്റെ സമയത്ത് മാത്രം ആവശ്യത്തിന് എടുക്കുക, എന്നിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ,
ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത് നല്ലോണം ചൂടാറി. ഞാനിപ്പോൾ ഇതൊരു ചില്ലി പോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ചില്ലി പോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുണ്ട് ചില്ലി പോട്ടിൽ എടുത്തിട്ട് ഓരോ സ്പൂൺ വീതം പുറത്ത് പോവാതെ അതിൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് എല്ലാ പൊടിയും നമുക്കൊന്ന് ഈ ഒരു കുപ്പിയിലിട്ട് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെയൊക്കെ തിരക്കായിട്ട് പോകുമ്പോഴൊക്കെ നമുക്കൊരു ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാൻ, കാരണം ഓഫീസിലേക്ക് ചോറ് കറികൾ ബാക്കിയെല്ലാം കൊടുത്തു വിടണം. അപ്പോൾ ഈ ഇഡലി ദോശയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. സാമ്പാറിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു ഉഗ്ര സാധനമാണ്. ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും ഗംഭീര രുചിയാണ് കേട്ടോ. എന്താ രുചിയെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അത്രയും സൂപ്പറാണ്. ഇത് കണ്ടോ, നമ്മളിതേ ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് പൂർണ്ണമായിട്ടും ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എപ്പോഴാണോ അത് ആവശ്യമെന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മളിത് എടുക്കുക, പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്, ആ രീതിയിൽ തന്നെ നമ്മളത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം മാത്രം അതെടുത്താൽ മതി. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു 1.5 ടീസ്പൂൺ അളവിൽ നാടൻ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. നല്ല മണമാണ് ആ ഒരു കറിവേപ്പിലേൻ്റെയും ആ ഉഴുന്നൊക്കെ വറുത്ത് പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. ആ രുചിയും പറയാനില്ല കേട്ടോ, ഗംഭീരമാണ്. ദോശയിൽ ഇതുപോലെ ആക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. എല്ലാം ട്രൈ ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.